Hello everyone. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2ന്റെ അടുത്ത സെക്ഷൻ ഡേറ്റ പ്രീ പ്രോസസ്സിംഗിന്റെ third step data reduction നോക്കാൻ പോവാം. Okay, now those of you who have learned machine learning in the last semester, you'll remember we have done data reduction in machine learning. Okay, ഞാൻ ആ വീഡിയോസിന്റെ ആ ലെസൺസിന്റെ ലിങ്കും കൂടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ലെസൺസ് ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ, ബിക്കോസ് അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചില അൽഗോറിതംസ് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഐ എം ഗോയിങ് ടു TCA നമ്മൾ മെഷീൻ ലേണിംഗിൽ പഠിച്ചതാണ്. അതേപോലെ തന്നെ ആട്രിബ്യൂട്ട് സെലക്ഷൻ, ഫോർവേഡും ബാക്ക്വേർഡ് സെലക്ഷൻ നമ്മൾ മെഷീൻ ലേണിംഗിൽ പഠിച്ചതാണ്. Okay, we are going to repeat it over here, but those videos കൂടെ ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ is DWT, that is discrete wavelet transforms ആണ് ഇവിടെ നമ്മൾ മെഷീൻ ലേണിംഗ് പഠിച്ചിട്ടില്ലാത്തത് കാണാനായിട്ട് പോകുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഡേറ്റ റിഡക്ഷൻ രണ്ട് തരമുണ്ട്, ഡയമെൻഷനാലിറ്റി റിഡക്ഷനും ന്യൂമറോസിറ്റി റിഡക്ഷനും. ഇന്ന് നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ് നോക്കുന്നത്. Okay, or in other words, non-parametric reduction നെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. Parametric data reduction നാളെ നമുക്ക് നോക്കാം. Okay, so let's start. Data reduction. എന്തിനാണ് ഡേറ്റ റിഡക്ഷൻ ആവശ്യമുള്ളത്? നേരത്തെയും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റ സെറ്റിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ആവശ്യം ഉണ്ടാകണമെന്നില്ല. Okay, so what we would like to do is we would like to remove those attributes which are not going to give us or not going to contribute anything to the output. Okay, അപ്പം ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട്സിനെ കളയുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നതിനാണ് ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഡേറ്റ റിഡക്ഷൻ ചെയ്യുന്നത്? കൂടുതൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ, ഓക്കെ, ലേണിംഗ് അൽഗോറിതംസ് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ടൈമും കോംപ്ലക്സിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, എന്നാൽ കിട്ടുന്ന ഔട്ട്പുട്ടിന് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല കുറച്ചെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ. കുറച്ച് ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട്സ്, ആവശ്യമുള്ളതല്ല ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് പ്രിഫേർഡ് to use the reduced data set. Okay, so complex data analysis and mining on huge amounts of data can take a long time, making such analysis impractical or infeasible. Okay, ഒത്തിരി സമയമെടുത്തും ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുമുള്ള ഡേറ്റ അനാലിസിസിനെക്കാട്ടിലും താല്പര്യപ്പെടുന്നത് ലോവർ ഡേറ്റ സെറ്റിൽ ചെയ്യാനായിട്ടാണ് ആണ്. Okay, so if it is possible to get the same output or at least close to the same output using a reduced data set, കുറച്ച് ആട്രിബ്യൂട്ട്സ് കളഞ്ഞിട്ടും എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡേറ്റ റിഡക്ഷൻ ടെക്നീക്സിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒറിജിനൽ ഡേറ്റയുടെ ഏറ്റവും അടുത്തായിരിക്കണം reduced data setന്റെയും representation. Okay, so it should maintain the integrity of the original data. Original data iലുള്ള valuable information ഒന്നും നമ്മൾ eliminate ചെയ്യാൻ പാടില്ല reduce ചെയ്യുന്ന സമയത്ത്. Okay, now reduction strategies ഇന്നലെയും പറഞ്ഞിരുന്നു, രണ്ട് തരമാണ്, dimensionality reduction and numerosity reduction. Dimensionality reduction എന്ന് പറയുന്നതാണ് non parametric reduction. Okay, so non parametric reduction എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആക്ച്വലി കുറച്ച് ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ പാരാമെട്രിക് ആയിട്ടുള്ള മെത്തേഡുകളിൽ വി ആർ നോട്ട് റിയലി റിമൂവിങ് ആട്രിബ്യൂട്ട്സ്. പകരം ആ ആട്രിബ്യൂട്ട്സിലുള്ള ഇൻഫർമേഷനെ ഏതെങ്കിലും ട്രാൻസ്ഫോർമേഷൻസിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെപ്രസെന്റേഷനിലൂടെ നമുക്ക് കീപ്പ് ചെയ്യുന്ന ഡേറ്റയിലേക്ക് അതിനെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്.
ഓക്കെ, വേവ്ലെറ്റ് ട്രാൻസ്ഫോർമേഷനിലും പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസിലും ഒക്കെ നമ്മൾ അത് തന്നെയാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ആൻഡ് ന്യൂമറോസിറ്റി റിഡക്ഷൻ. ന്യൂമറോസിറ്റി റിഡക്ഷനിൽ നമ്പർ ആണ് നമ്മൾ കുറയ്ക്കുന്നത്. ഓക്കെ, വേറാസ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷനിൽ നമ്മൾ numerosity reduction, we are trying to represent the original data using a smaller set of values. Okay, so അതിലുള്ള മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ ഈ സ്മോളർ സെറ്റിൽ ഉണ്ടായിരിക്കും എന്നാണ് നമ്മുടെ അസംഷൻ. 100% അല്ല, there is lossy and lossless also. Okay, dimensionality reduction അങ്ങനെയല്ല, നമ്മൾ ആക്ച്വൽ കുറച്ച് ആട്രിബ്യൂട്ട്സിനെ കളയുക, വേണ്ടാത്ത ആട്രിബ്യൂട്ട്സ് ഏതാണെന്ന് കണ്ടെത്തി അതിനെ കളയുക. Okay, so in both cases our dimension is reduced, data is reduced. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. ഈ ഡൈമെൻഷനാലിറ്റി റിഡക്ഷനിൽ PCAയും ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷനും നമ്മൾ മെഷീൻ ലേണിംഗിൽ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ഐ വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ബിക്കോസ് ഐ നോ there are some people who have not done machine learning. Okay, and machine learningന്റെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും ആ ലെസൺ അറ്റൻഡ് ചെയ്യണം. ഓൾറെഡി ലെസൺ അറ്റൻഡ് ചെയ്തവർ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ, അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, സോറി, ഡേറ്റ റിഡക്ഷന് ഡൈമെൻഷനാലിറ്റി റിഡക്ഷനും ന്യൂമറോസിറ്റി റിഡക്ഷനും കൂടാതെ ഡേറ്റ കംപ്രഷനും കൂടെ ഉണ്ട്. ഈ ഡേറ്റ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ലോസി മെത്തേഡ്സും ലോസ്ലെസ് മെത്തേഡ്സും ആണ്. ഈ നേരത്തെ പറഞ്ഞ ഡൈമെൻഷനാലിറ്റി റിഡക്ഷനും ന്യൂമറോസിറ്റി റിഡക്ഷനിലും ഇസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് ഡേറ്റ കംപ്രഷൻ. ഒറിജിനൽ ഡേറ്റയുടെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനാണല്ലോ കംപ്രഷൻ എന്ന് പറയുന്നത്. ഡൈമെൻഷനാലിറ്റി റിഡക്ഷനും മറ്റേ ന്യൂമറോസിറ്റി റിഡക്ഷനും ചെയ്യുന്നത് അത് തന്നെയാണ്, ഒറിജിനൽ ഡേറ്റയുടെ സൈസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ബട്ട് ഡേറ്റ കംപ്രഷനെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ്, ഐ ടോൾഡ് യു ഏർലിയർ, ചാപ്റ്റർ 4 ഓഫ് ദി ഹാൻ, ഹാമ്പർ ആൻഡ് പൈ ടെക്സ്റ്റ് ബുക്ക്. Now let's look at discrete wavelet transforms. Okay, ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾ ചെയ്യുന്നില്ല, സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത് സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോംസ്. ചെയ്യുന്നത് എന്താ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ഡേറ്റ വെക്ടറിനെ വേറൊരു ന്യൂമറിക്കലി ഡിഫറെന്റ് ഡേറ്റ വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്ന ഡേറ്റ വെക്ടർ ഇസ് കോൾഡ് വേവ്ലെറ്റ് കോഎഫിഷ്യൻസ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ വെക്ടർ ഒറിജിനലി എനിക്കുണ്ട്. ആ എക്സ് എന്ന് പറയുന്ന ഡേറ്റ വെക്ടറിനെ വേവ്ലെറ്റ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്ത് DWT, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് എക്സ് ഡാഷ് എന്ന് പറഞ്ഞ ഒരു ന്യൂമറിക്കലി ഡിഫറെന്റ് വെക്ടർ ഓഫ് ദ വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. ഈ രണ്ട് വെക്ടറിനും സൈസ് സെയിം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ഇത് ചെയ്യുന്നത്, സൈസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിഡക്ഷൻ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, റിഡക്ഷൻ നടത്താനായിട്ട് പറ്റുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വേവ്ലെറ്റ് കോഎഫിഷ്യൻസിനെ n ഡയമെൻഷൻ ഉള്ള ഒരു വെക്ടർ ആണ് ഒറിജിനൽ എങ്കിൽ n ഡയമെൻഷൻ ഉള്ള വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലെ ആവശ്യമുള്ള ആദ്യത്തെ കുറെ എണ്ണം മാത്രം കീപ്പ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ലാസ്റ്റിലുള്ള കുറെ എണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യും. ആ രീതിയിലാണ് ആ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻസിനെ മാത്രം കീപ്പ് ചെയ്തിട്ട് വീക്ക് ആയിട്ടുള്ള കോഎഫിഷ്യൻസിനെ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് റിഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, സോ ഈച്ച് ടപ്പിൾ നമുക്ക് n ഡയമെൻഷൻ ഉള്ള ഒരു ഡേറ്റ വെക്ടർ ആണ് ഉള്ളതെങ്കിൽ ഓരോ ടപ്പിളിലും n എലമെന്റ്സ്, കോമ്പണൻസ് കാണും. ഓക്കെ, ഈ ഔട്ട്പുട്ടിലും അതേപോലെ n കോമ്പണൻസ് കാണും.
അപ്പം compressed approximation of the data എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? It stores only the strongest of the wavelet coefficients and eliminates the rest. അങ്ങനെയാകുമ്പോൾ സൈസ് കുറയും. ഓക്കെ, ആൻഡ് ദി ഒറിജിനൽ ഡേറ്റ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, ദാറ്റ് ഇസ് എക്സ് ഡാഷിന്ന് എക്സിനെ തിരിച്ചു കിട്ടണമെങ്കിൽ there is a transformation called inverse DWT transformation. അത് ചെയ്യുമ്പോൾ എനിക്ക് ഒറിജിനൽ ഡേറ്റയുടെ അപ്രോക്സിമേഷൻ തിരിച്ചു കിട്ടാനായിട്ടും പറ്റും. ഓക്കെ, നൗ സിഗ്നൽ പ്രോസസ്സിംഗിൽ DWTയും യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോംസും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും സൈൻസും കൊസൈൻസും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ്? എന്തുകൊണ്ട് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നു ഇൻ ദ കേസ് ഓഫ് ഡേറ്റ റിഡക്ഷൻ? വൈ നോട്ട് ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോം? രണ്ടും ലോസി കംപ്രഷനാണ്. പക്ഷേ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമിൽ നിന്നും ഞാൻ ഒറിജിനൽ ഡേറ്റ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതും ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോമിൽ നിന്നും ഒറിജിനേറ്റ് ഡേറ്റ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതും വിത്ത് ദ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, സോ n എലമെന്റ്സ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോമിൽ, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം. അത് രണ്ടും കൂടെ രണ്ടും എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒറിജിനൽ ഡേറ്റ അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വേവ്ലെറ്റ് ട്രാൻസ്ഫോമിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ ഡേറ്റയാണ് മോർ ആക്യുറേറ്റ് ദാൻ ദി ഒറിജിനൽ ഡേറ്റ ദാറ്റ് ഇസ് retrieved from the inverse of the discrete Fourier transform. രണ്ടും ലോസി ആണെങ്കിലും better lossy compression is the discrete wavelet transform. അപ്പം ഒറിജിനൽ ഡേറ്റയെ ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടാൻ പറ്റുന്നത് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുമ്പോഴാണ്. അതാണ് വൺ റീസൺ. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോം, സപ്പോസിങ് ഒറിജിനൽ ഡേറ്റയെ ഞാൻ ഉദ്ദേശിക്കുന്ന ആക്യുറസി തന്നെ കിട്ടണം, എന്നിട്ട് ഞാൻ ഫൂറിയർ ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ DWT വെച്ചിട്ട് 4 കോമ്പണൻസും കൊണ്ട് എനിക്ക് ഒറിജിനൽ ഡേറ്റയായി കിട്ടാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോമിൽ എനിക്ക് ചിലപ്പോൾ 12 ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ, ദാറ്റ് ഇസ് 12 ട്രാൻസ്ഫോർമേഷൻസ് കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതേ ആക്യുറസി കിട്ടത്തുള്ളൂ. സോ അങ്ങനെയാണ് നോക്കുമ്പം സ്പേസ് കൂടുതൽ ആവശ്യമുള്ളത് ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോം than discrete wavelet transform. Okay, discrete Fourier transformന്റെ വിഷയം ഈ കൂടുതൽ ഡേറ്റ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ലോക്കൽ ആയിട്ടുള്ള പല ഡീറ്റെയിൽസും ഈ ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോമിലൂടെ നമ്മൾ കൺസേർവ് ചെയ്യുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് ഗെറ്റിംഗ് ലോസ്റ്റ്. വെയർആസ് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമിൽ ലോക്കൽ ഡീറ്റെയിൽസ് കൺസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രീറ്റ് ഫൂറിയർ ട്രാൻസ്ഫോമിൽ ഒരേ ഒരു ഫാമിലി ഓഫ് ഫൂറിയർ ട്രാൻസ്ഫോമേ ഉള്ളൂ. പക്ഷേ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോംസിൽ there are several families of wavelet transforms and അതിലെ പോപ്പുലർ ആയിട്ടുള്ളതാണ് HAR2, Dobeshi's 4 and Dobeshi's 6. Okay, so പല discrete wavelet transform families ഉണ്ട്. നമുക്ക് മാറി മാറി ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിന് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. So these are the differences between DFT and DWT and why in machine learning or in deep learning we prefer the DWT rather than DFT. Okay, now let's look at how the discrete wavelet transform is computed. Okay, discrete wavelet transform compute ചെയ്യാനായിട്ട് now I told you പല ഫാമിലീസ് ഉണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമാണ്. ഏത് ഫാമിലി ആണോ യൂസ് ചെയ്യുന്നത് അതേ ബേസ് ചെയ്തിട്ട് ആക്ച്വൽ ഫംഗ്ഷൻ സ്ലൈറ്റ്ലി ഡിഫർ ചെയ്യും. Okay, now the algorithm is called pyramid algorithm. ഈ പിരമിഡ് അൽഗോരിതത്തിൽ ഓരോ ഐട്രേഷനിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഡേറ്റയുടെ സൈസിനെ പകുതിയാക്കി കുറയ്ക്കും. സോ ഇറ്റ് ഹാർസ് ദ ഡേറ്റ അറ്റ് ഈച്ച് ഐട്രേഷൻ ആൻഡ് അപ്പൊ ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ ദ സ്പീഡ് ബിക്കംസ് ഹയർ. ഓക്കെ, മെത്തേഡ് എന്താണ്? ഒന്ന് ഡിവൈഡ് ബൈ 2 ചെയ്യണമല്ലോ. ലെങ്ത് L എന്ന് പറയുന്നത് മസ്റ്റ് ബി എ പവർ ഓഫ് 2. അപ്പൊ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ പവർ ഓഫ് 2 സീറോസ് വെച്ചിട്ട് പാഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ദ ലെങ്ത് L ഓഫ് ദ ഇൻപുട്ട് ഡേറ്റ വെക്ടർ മസ്റ്റ് ബി ആൻ ഇന്റിജർ ടു ദ പവർ ഓഫ് 2.
2 raised to something ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിനെ പാഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യും. ട്രാൻസ്ഫോർമേഷനിൽ 2 ഫംഗ്ഷൻ ആണുള്ളത്. ഫസ്റ്റ് ഡേറ്റ സ്മൂതിങ് സ്റ്റെപ്പാണ്. ഈ ഡേറ്റ സ്മൂതിങ് സ്റ്റെപ്പിൽ റിമെമ്പർ വി ഡിഡ് ഡേറ്റ സ്മൂതിങ് ഏർലിയർ ഇൻ ക്ലീനിങ്, ബിന്നിങ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തു. അവിടെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? 2 രീതിയിലാണ് ചെയ്തത്. ഒന്ന്, മീൻ വെച്ചിട്ട് എല്ലാ ഡേറ്റയെയും അങ്ങ് റീപ്ലേസ് ചെയ്യും. ഓരോ ബിന്നിലെ മീൻ വെച്ചിട്ട് എല്ലാ ഡേറ്റയും റീപ്ലേസ് ചെയ്യുന്നു. അടുത്തതിൽ ബൗണ്ടറി വാല്യൂസ് വെച്ചിട്ട് ഏത് നടുക്കുള്ള വാല്യൂസിനെ എല്ലാം ബൗണ്ടറിയിലെ ഏതെങ്കിലും വാല്യൂസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഈ 2 കേസിലും നമ്മൾ ഡേറ്റ സ്മൂതിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറെ ഇൻഫർമേഷൻ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഡേറ്റ സ്മൂതിങ്, that is in discrete wavelet transform, when we do data smoothing we do not lose as much information as in the binning technique. Okay, so ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും DWT is a better method than the binning technique. സോ ഫസ്റ്റ് ഡേറ്റ സ്മൂതിങ് ആണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാ? ഒന്നെങ്കിൽ സമ്മ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്തിട്ടാണ് സ്മൂതിങ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ സ്മൂതിങ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പെർഫോംസ് എ വെയ്റ്റഡ് ഡിഫറൻസ് ഓഫ് ദി എലമെന്റ്സ്. എന്തിനാ വെയ്റ്റഡ് ഡിഫറൻസ് ചെയ്യുന്നത്? ഈ രീതിയിൽ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ്, ഓക്കെ, പാറ്റേൺസ് ഡേറ്റയിൽ ഉണ്ടെങ്കിൽ അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഫംഗ്ഷൻ വെയ്റ്റഡ് ഡിഫറൻസ് കണ്ടെത്തുന്നത്. അങ്ങനെ ഈ 2 ഫംഗ്ഷൻസ് ആണ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്സ്. ഓക്കെ, നൗ ഇത് ആവറേജും സമ്മും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ദ ലെങ്ത് വിൽ ബിക്കം divided by 2. Okay, so ഓരോ ഫംഗ്ഷനും ആർ അപ്ലൈഡ്, that is മോളിൽ കണ്ട സ്മൂതിങ്ങും വെയ്റ്റഡ് ഡിഫറൻസും അപ്ലൈ ചെയ്യുന്നത് പേഴ്സ് ഓഫ് ഡേറ്റ പോയിന്റ്സിലാണ്. ഓക്കെ, സോ xi-യും xi+1-ലുമാണ് വാല്യൂ ഈ 2 ഫംഗ്ഷനും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സമ്മ് ചെയ്താലും അത് രണ്ടും കൂടെ അവസാനം റിസൾട്ട് ഒന്നായിരിക്കും, ആവറേജ് ചെയ്താലും റിസൾട്ട് ഒന്നായിരിക്കും, ഡിഫറൻസ് കണ്ടെത്തിയാലും റിസൾട്ട് ഒന്നായിരിക്കും. സോ ഓരോ പ്രാവശ്യവും ഡേറ്റ സെറ്റിന്റെ സൈസ്, ഒറിജിനൽ ഡേറ്റ സെറ്റിന്റെ സൈസ് വിൽ ഗെറ്റ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആൻഡ് ദിസ് റെപ്രസെന്റ്സ് 2 ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ. ഒന്ന്, the smooth or the low frequency version of the input data and the high frequency content of the input data. ഡിഫറൻസിലൂടെ ഹൈ ഫ്രീക്വൻസി കണ്ടന്റും സ്മൂതിങ്ങിലൂടെ ലോ ഫ്രീക്വൻസി ഇൻപുട്ട് ഡേറ്റയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ we keep recursively doing these 2 functions until the resulting data set obtained is of length 2. Okay, അപ്പോൾ ഡിവൈഡ് ചെയ്ത് 2 എത്തുന്നിടം വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് finally only a few selected values from the data sets obtained in the previous iterations are designated as the wavelet coefficients of the transformed data. അപ്പൊ ആ നേരത്തെയുള്ള എല്ലാ ഇറ്ററേഷൻസിനും ചില സെലക്ടഡ് വാല്യൂസിനെ റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, യൂസസ്. ഒന്ന്, നേരത്തെ തന്നെ പറഞ്ഞു, wavelet transformation gives a good result on sparse or skewed data and on data with ordered attributes. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്പാർസ് ഡേറ്റ ആണെങ്കിൽ അല്ലെങ്കിൽ സ്ക്യൂഡ് ഡേറ്റ ആണെങ്കിൽ, അതുപോലെ തന്നെ ഡേറ്റ ഓർഡേർഡ് ആണെന്നുണ്ടെങ്കിൽ വേവ്ലെറ്റ് ട്രാൻസ്ഫോംസ് നല്ല റിസൾട്ട് തരും. ഈ സബ്ട്രാക്ഷനും അഡീഷനും മാത്രം വെച്ചിട്ട് we can get very good results. We can retain a lot of information. ഓക്കെ, അടുത്ത ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന JPEG കൺവേർഷൻ, കംപ്രഷൻ. ഓക്കെ, JPEG കംപ്രഷൻ ആണല്ലോ നമ്മുടെ കമേഴ്ഷ്യൽ സ്റ്റാൻഡേർഡ്. അതിനെക്കാട്ടിലും ബെറ്റർ റിസൾട്ട്സ് മെനി കേസസിൽ ഈ വേവ്ലെറ്റ് DWT കംപ്രഷൻ തരുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DWT has been successfully used in many real world applications, including compression of fingerprint images, computer vision, analysis of time series data, and data cleaning. Data cleaning il enduകൊണ്ടാണ് better results തരുന്നത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു.
അവിടെ പല ഇൻഫർമേഷൻ നമ്മൾ ലൂസ് ചെയ്യുമ്പോൾ നേരത്തെ ബിന്നിങ് ടെക്നിക്കിൽ ഈ പർട്ടിക്കുലർ കേസിൽ വി ആർ റീറ്റെയിനിങ് എ ലോട്ട് ഓഫ് ദ ഇൻഫർമേഷൻ വിതൗട്ട് ലൂസിങ് ഇറ്റ്. Okay, the next is principal component analysis or PCA. Detailed ആയിട്ടുള്ള explanation താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിലുണ്ട്. അത് നിങ്ങൾ especially those who have not taken the machine learning class, please make sure that you hear that lesson. Okay, രണ്ട് ലിങ്ക് ഉണ്ട്, ആ രണ്ട് ലിങ്കും കേട്ടിരിക്കണം. Now ഈ principal component analysis KL അനാലിസിസും എന്നും വിളിക്കപ്പെടുന്നതാണ്. വാട്ട് ഇസ് KL? കാർ-ഹ്യൂനൻ ലോ അനാലിസിസ്. ഓക്കെ, കാർ-ഹ്യൂനൻ ലോ അനാലിസിസ്. ഇവിടെ എന്തുവാ ചെയ്യുന്നത്? നമുക്ക് ഒരു ഡേറ്റ വെക്ടർ ഉണ്ട് വിത്ത് n ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ n ഡയമെൻഷൻസ്. അതിനെ ഒറിജിനൽ ഡേറ്റയിൽ നിന്നും ചേഞ്ച് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് k ഡയമെൻഷൻസിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ k പ്രിൻസിപ്പൽ കോമ്പണൻസിനെ മാത്രം, പ്രിൻസിപ്പൽ കോമ്പണൻസ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസിനെ മാത്രം റിറ്റെയിൻ ചെയ്യും. Okay, so what does it do? It searches for k n-dimensional orthogonal vectors, k n-dimensional orthogonal vectors that can be used to represent the original data. Original data il n attributes undengil ee k dimensions ne matram retain cheya. Now k can be any value less than or equal to n. Okay, so ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും കളയുമല്ല ചെയ്യുന്നത്, ആ എല്ലാ ഡയമെൻഷൻസിലും ഉള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനെ കളക്ട് ചെയ്ത് ഈ k ഡയമെൻഷൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. സോ വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് ഇസ് ട്രൈങ് ടു പ്രൊജക്ട് ദി ഒറിജിനൽ ഡേറ്റ. ആ ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റ ഒരു സ്മോൾ സ്പേസിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് വിൽ ഗിവ് us a reduced dimension. Okay, and PCA analysis ചെയ്യുമ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആ n ആട്രിബ്യൂട്ട്സ് അതേപോലെ നമ്മൾ യൂസ് ചെയ്ത് അനാലിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷൻഷിപ്സിനെക്കാട്ടിലും കൂടുതൽ റിലേഷൻഷിപ്സ് PCA റിവീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. Okay, so PCA reveals relationships that were not earlier revealed, and so it allows for better results. Patterns, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസിനെ മൈൻഡ് ചെയ്തെടുക്കാനായിട്ട് PCA സഹായിക്കും. Okay, now let's look at the method. Originally നമുക്ക് ഇൻപുട്ട് ഡേറ്റ ഉണ്ട്. ആ ഇൻപുട്ട് ഡേറ്റയിൽ നമ്മുടെ അസംഷൻ പ്രകാരം n ആട്രിബ്യൂട്ട്സ് ഉണ്ട്. n ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ n ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ, ഈ n ആട്രിബ്യൂട്ട്സിനെ ഓരോന്നും മോസ്റ്റ് പ്രോബബ്ലി പല റേഞ്ചിൽ കിടക്കാനാണ് ചാൻസ് ഉള്ളത്. അതിനെ എല്ലാത്തിനെയും കൂടെ സ്കെയിൽ ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേഞ്ചിലേക്ക് കൊണ്ടുവരിക. നോർമലി നമ്മൾ ചെയ്യുന്നത് 0 to 1 റേഞ്ചിലേക്ക്, നേരത്തെയും ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, 0 to 1 റേഞ്ചിലേക്ക് എല്ലാ ഡേറ്റ വാല്യൂസിനെയും നമ്മൾ കൊണ്ടുവരും. ഓക്കെ, സോ ദാറ്റ് ഈ ഡേറ്റ വാല്യൂവിൻ്റെ ബേസിസിലാണ് ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് ഈ PCA അൽഗോരിതം ഡിറ്റർമിൻ ചെയ്യും. അപ്പം ഹൈ വാല്യൂസ് ഉള്ള ഏതെങ്കിലും ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഡോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാ ആട്രിബ്യൂട്ട്സും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോർമലൈസേഷൻ ചെയ്യുന്നത്. സോ ദ ഇൻപുട്ട് ഡേറ്റ ആർ നോർമലൈസ്ഡ് ടു fall within the same range so that the attributes with large domains will not dominate attributes with smaller domains. Okay, അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ പ്രിൻസിപ്പൽ കോമ്പണൻസിനെ കണ്ടുപിടിക്കുക. Okay, how? Please look at the video. PCA computes k orthonormal vectors. Orthonormal vectors എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് വെക്ടേഴ്സ് which are perpendicular to each other. Okay, so ഓരോ k orthonormal vectorsനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് PCA അൽഗോരിതം ചെയ്യുന്നത്. Okay, and ഈ orthonormal vectors ആണ് principal components. Okay, so ശരിക്കും നമ്മുടെ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത്
കുറെ പ്രിൻസിപ്പൽ കോമ്പണൻസിന്റെ ഒരു കോമ്പിനേഷൻ. അതിൽ നിന്നും ഈ പ്രിൻസിപ്പൽ കോമ്പണൻസിനെ അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന്റെ ഡിക്രീസിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. സോ ഏറ്റവും ഹയസ്റ്റ് സ്ട്രെങ്ത് ഉള്ളത് ഏറ്റവും ആദ്യമായിരിക്കും. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണന്റ്. ഓക്കെ, സെക്കൻഡ് പ്രിൻസിപ്പൽ കോമ്പണന്റ് വിൽ ബി ദി സെക്കൻഡ് എന്താ പറയാ കോമ്പണന്റ് വിച്ച് ഹാസ് ഗോട്ട് ദ നെക്സ്റ്റ് ഹയസ്റ്റ് സ്ട്രെങ്ത്. അപ്പൊ ഇതിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വേരിയൻസ് ഉള്ള ഡേറ്റ ആണ് എപ്പോഴും കൂടുതൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഹയസ്റ്റ് വേരിയൻസ് ഉള്ളതിനെ ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ആയിട്ട്, അടുത്ത ഹയസ്റ്റ് വേരിയൻസ് ഉള്ളതിനെ സെക്കൻഡ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ആയിട്ട്, അടുത്ത ഹയസ്റ്റ് വേരിയൻസ് ഉള്ളതിനെ തേർഡ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യും. ആൻഡ് വി വിൽ കീപ് ഓൺലി ദോസ് principal components which are needed to give us the result which we require. Okay, എനിക്ക് ഔട്ട്പുട്ടിന്റെ എറർ ഒരു 1% താഴെയാണ് നിൽക്കേണ്ടതെങ്കിൽ ഞാൻ അത്രയും പ്രിൻസിപ്പൽ കോമ്പണൻസിനെ മാത്രം അൽഗോരിതത്തിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് സ്മോൾ എറേഴ്സേ വരുന്നുള്ളെങ്കിൽ അതിനെ എനിക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളതിനെ റീച്ച് ചെയ്യും. ഓക്കെ, now that was the first step. Data size എങ്ങനെയാ reduce ചെയ്യുന്നത്? weaker components നെ അല്ലെങ്കിൽ low variance ഉള്ള ഡേറ്റയെ നമ്മൾ eliminate ചെയ്യും. Okay, so using the strongest principal components, it should be possible to reconstruct a good approximation of the original data. Okay, exact കിട്ടണം എന്നല്ല നമ്മുടെ ആഗ്രഹം. നമുക്ക് ഡേറ്റയെ റെഡ്യൂസ് ചെയ്ത് ഒരുവിധം നല്ല ഒരു ഒറിജിനൽ ഡേറ്റ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണ് നമുക്ക് we have retained the bulk of the information that is required for good data mining. Okay, what are the uses of PCA? PCA നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ordered and unordered attributes apply ചെയ്യാം. And it can apply just like in the case of DWT, sparse data and skewed data handle ചെയ്യും. Okay, PCA multi-dimensional data of more than 2 dimensions can be handled by reducing the problem to a 2-dimension problem. Okay, കാരണം നമ്മൾ ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യുവാണല്ലോ. സോ എത്ര ഹയർ മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ ആണെന്നുണ്ടെങ്കിലും PCA അപ്ലൈ ചെയ്ത് നമുക്ക് 2 ഡയമെൻഷനിലേക്ക് ഡേറ്റയെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൽ കോമ്പണൻസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പാരാമെട്രിക് ആയിട്ടുള്ള അനാലിസിസ്, ദാറ്റ് ഇസ് ക്ലസ്റ്ററിങ്ങും റിഗ്രഷനും ഒക്കെ വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പൽ കോമ്പണൻസ് വെച്ചിട്ട് ഞാൻ റിഗ്രഷനും ക്ലസ്റ്ററിങ് ചെയ്യുവാണെങ്കിൽ അൽഗോരിതം പെട്ടെന്ന് സ്പീഡിൽ ആൻഡ് വിത്ത് ലെസ് കോംപ്ലക്സിറ്റി റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇൻ കമ്പാരിസൺ വിത്ത് വേവ്ലെറ്റ് ട്രാൻസ്ഫോംസ്, PCA handles sparse data better. Okay, whereas wavelet transform high dimension data of high dimensionality suitable ആയിരിക്കുന്നു. PCA is better suited for sparse data. Okay, so these are some of the uses of PCA. അടുത്തത് attribute subset selection. ഇതും നമ്മൾ മെഷീൻ ലേണിംഗിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാൻ മറക്കരുത്. Okay, attribute subset selection എന്ന് പറയുമ്പോൾ സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്സിന്റെ ഒരു ചെറിയ സെറ്റിനെ ഇങ്ങോട്ട് ആവശ്യമായിട്ടുള്ള ചിലതിനെ ഇങ്ങോട്ട് എടുക്കുകയും ബാക്കിയുള്ളതിനെ കളയുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ ആട്രിബ്യൂട്ട്സിന്റെ ഇൻഫർമേഷൻ ഈ റീറ്റെയിൻ ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എന്നാൽ PCAയിലും DWTയിലും നമ്മൾ കളയാൻ പോകുന്ന ആട്രിബ്യൂട്ട്സിന്റെ കുറച്ച് ഇൻഫർമേഷനും കൂടെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. Okay, so data sets can contain a large number of attributes. Sometimes it's even larger than the actual number of observations in my data set. Okay, അപ്പോൾ അവിടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും irrelevant or redundant ഡേറ്റയെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ automatically I can reduce the size of the data. One method is expert can pick out useful attributes. പക്ഷെ വിഷയം എന്നാ, hundreds and thousands of attributes ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ഇരുന്ന് 1 by 1 ഇന്ന ആട്രിബ്യൂട്ട് വേണം വേണ്ടെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടും ടൈം കൺസ്യൂമിങ്ങും. അതുകൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ഹാവ് മാനുവൽ
subset selection. Especially നമുക്ക് ആ ഡേറ്റയുടെ ആക്ച്വൽ പാറ്റേൺസ് ഒക്കെ ഇപ്പോഴും അറിയത്തില്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവൽ സെലക്ഷന് പോകാതിരിക്കുന്നതാണ് നല്ലത്. Okay, now what is the goal of subset selection? ഏറ്റവും മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് എനിക്ക് ഒറിജിനൽ ഡേറ്റയിലുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് എൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സോ വി വാണ്ട് ടു ഫൈൻഡ് എ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് so that the resulting distribution, probability distribution of the data classes is as close as possible to the original distribution when we are using all the attributes. Okay, now n attributes undengil there are 2 raised to n. Supposing നമുക്ക് n attributes ആണ് ഉള്ളതെങ്കിൽ എക്സോസ്റ്റീവ് ആയിട്ട് സെർച്ച് ചെയ്ത് നമ്മൾ ഒരു ഗ്രീഡി മെത്തേഡ് യൂസ് ചെയ്ത് എല്ലാ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കണ്ടെത്തണമെങ്കിൽ 2 raised to n ആണ് അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഓർഡർ ഓഫ് n സ്ക്വയർ വരും. ഓക്കെ, സോ ലോക്കലി ഓപ്റ്റിമൽ ചോയ്സസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, and this is the method that we are going to use. The best and worst attributes are determined using statistical tests of significance. Okay, in ഏതെങ്കിലും statistical method യൂസ് ചെയ്ത് ഏതൊക്കെ attributes ആണ് significant എന്നും ഏതൊക്കെ attributes ആണ് significant അല്ലാത്തതെന്നും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഏത് കീപ്പ് ചെയ്യണം ഏത് ത്രോ ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. Okay, another method is we will be doing decision trees later. Appo information gain use ചെയ്ത് എങ്ങനെയാണ് decision tree construct ചെയ്യുന്നത് later നമ്മൾ ചെയ്യും. That is also another method by which we can do attribute selection. Okay, we are just going to introduce all of these. ഒന്ന് forward selection. അപ്പം മൊത്തത്തിൽ 6 attribute ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണ് നമുക്കുള്ളതെങ്കിൽ forward selection നമ്മൾ ചെയ്യുന്ന ആദ്യം empty set വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഏത് ആട്രിബ്യൂട്ടിലാണ് ഉള്ളത് എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ ആദ്യം ആഡ് ചെയ്യും. സോ ഈ പർട്ടിക്കുലർ കേസിൽ A1-നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ അടുത്തത് ചെയ്യുന്ന എന്തുവാ, ബാക്കി കിടക്കുന്ന A1 അപ്പൊ അതിൽ നിന്ന് ഒറിജിനൽ സെറ്റിൽ നമ്മൾ റിമൂവ് ചെയ്ത് ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഇനി ബാക്കി കിടക്കുന്ന ആട്രിബ്യൂട്ട്സിന് അടുത്ത ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്യും. അടുത്ത വീണ്ടും എടുത്തിട്ട് ഓരോ പ്രാവശ്യം ഈ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും ഒറിജിനൽ ഡേറ്റ. ഈ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ എറർ എത്രയുണ്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എപ്പം നിർത്തണം എന്നും അടുത്ത ഒരു ആട്രിബ്യൂട്ടും കൂടെ ആവശ്യമുണ്ടോ ഇല്ലയോ. ഓക്കെ, സോ ഇവിടെ അടുത്തത് A6 കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ നിർത്തിയേക്കുക. ദിസ് ഇസ് ദ ഫോർവേഡ് സെലക്ഷൻ. സോ എംപ്റ്റി സെറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് 1 by 1 ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ആട്രിബ്യൂട്ട്സിനെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമായ റെഡ്യൂസ്ഡ് സെറ്റിലേക്ക് എത്തുന്നതിനാണ് ഫോർവേഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ബാക്ക്വേർഡ് എലിമിനേഷൻ? തുടങ്ങുമ്പം നമുക്ക് എല്ലാ എലമെന്റ്സും നമ്മുടെ സെറ്റിലുണ്ട്. എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും 1 by 1 വേണ്ടാത്ത ആട്രിബ്യൂട്ട്സിനെ കണ്ടെത്തി നമ്മൾ എലിമിനേറ്റ് ചെയ്യും. സോ ആദ്യത്തെ കേസിൽ നമുക്ക് 2 എലിമിനേറ്റ് ചെയ്തു, അടുത്ത കേസിൽ നമ്മൾ 3 എലിമിനേറ്റ് ചെയ്തു, അതിന്റെ അടുത്ത കേസിൽ 5 എലിമിനേറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് ഗോട്ട് ദ reduced set A1, A4, A6. Okay, so this is backward elimination. Now it is possible to have both forward and backward elimination. ഓരോ സ്റ്റെപ്പിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളതിനെ ആഡ് ചെയ്തതിനോടൊപ്പം തന്നെ ഏറ്റവും കുറവ് ഇൻഫർമേഷൻ ഉള്ളതിനെയും ഞാൻ റിമൂവും കൂടെ ചെയ്യും. ഓക്കെ, സോ അടുത്ത പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത് ഏതാണെന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ I only have A2, A3, A4 and A5. A1-നെ ആഡും ചെയ്തു, A6 അല്ലായിരുന്നല്ലോ, A2-നെ റിമൂവും ചെയ്തു. So I only have A2, A3, A4, A5 and A6 to check in my second step. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ A4-നെ ആഡും ചെയ്തു, അതേപോലെ A5-നെ റിമൂവും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് പിന്നെ A4 മാത്രമേ റിമൈനിങ് ആയിട്ട് പോകും. ഈ കേസ് അങ്ങനെ ഓരോ സ്റ്റെപ്പിലും 2 കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളതിനെ ആഡ് ചെയ്യും, ഏറ്റവും കുറവ് ഇൻഫർമേഷൻ ഉള്ളതിനെ റിമൂവും കൂടെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും.
Okay, now decision treeയുടെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത് നമുക്ക് ഏതാണ് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യും ഇൻഫർമേഷൻ ഗെയിൻ വെച്ചിട്ട്. That is how can we split the data. We will be looking details, just understand this much. A4 ആണ് ആദ്യത്തെ കണ്ടീഷൻ. അത് ഡേറ്റ സെറ്റിനെ യെസും നോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് A1 കൂടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ I can decide class 1 and class 2, and നോയുടെ കേസിൽ A6 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ I can decide class 1 and class 2. So A4, A1 and A1, A4 and A6 are the reduced attribute set. Okay, exactly ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് we will discuss in a later section. Let's just look at ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. Stepwise forward selection. Start with an empty set of attributes, and the best original attribute is determined and added to the reduced set. At each subsequent iteration, the best remaining original attribute is added to the set. Okay, until നമുക്ക് ആവശ്യമായ ഒരു ആക്യുറസിയോട് കൂടി ഒറിജിനൽ ഡേറ്റ നമുക്ക് കിട്ടത്തക്കണമുള്ള ഒരു സെറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ we start with the full set and in each step remove the worst one. കോമ്പിനേഷൻ ഓരോ സ്റ്റെപ്പിലും ബെസ്റ്റും കണ്ടെത്തുന്നു, വേഴ്സ്റ്റും കണ്ടെത്തുന്നു, ബെസ്റ്റിനെ കീപ്പ് ചെയ്യുന്നു, വേഴ്സ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അതാണ് കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് സെലക്ഷൻ. Decision tree induction, we have got certain algorithms ID3, C4.5 and CART, and this was normally used for classification. ഇവിടെ ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഇന്റേണൽ നോഡ്സ് എല്ലാം ടെസ്റ്റ് ഓൺ ആൻ ആട്രിബ്യൂട്ട് ആണ്. ഡിപ്പെൻഡിങ് on the output of the test, we will decide to do another test or we can classify the data. Okay, so oro pravasham the best attribute kandupidichu for partition oru കൃത്യമായിട്ട് ക്ലാസ്സസ് കണ്ടെത്തത്തക്കവണ്ണമുള്ള ഏത് ആട്രിബ്യൂട്ട്സ് ആണോ ഹെൽപ്പ് ചെയ്യുന്നത് ആ ആട്രിബ്യൂട്ടിനെ കണ്ടെത്തി നമ്മൾ ഓരോ പ്രാവശ്യം ട്രീനെ ഗ്രോ ചെയ്യും. ഓക്കെ, and we will remove all irrelevant attributes. Okay, this നമ്മൾ ചെയ്യും, actual algorithm നമ്മൾ ചെയ്യും in later classes. Okay, with this I am stopping today's class. Tomorrow we will look at the parametric data reduction techniques. As usual, any doubts if you have, you can contact. Thank you.